ഏവർക്കും നമസ്കാരം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത്. ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട്. ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ്. ഏപ്രിൽ 14 വരെയും 5 ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നിവയാണ് ആ 5 ഗ്രഹങ്ങൾ. തുടർന്ന് ഏപ്രിൽ 14 തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു. തുടർന്ന് 4 ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക. രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ, അതായത് 29 തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു. എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു. മൂന്നാമത്തെ സവിശേഷത, സൂര്യൻ ഏപ്രിൽ 14 തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ്. നാലാമതായി ചൊവ്വ ഈ മാസം 3 തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് 60 അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു. ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളെ കൂടിയ അളവിൽ നൽകാവുന്നതാണ്. അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. സൂര്യൻ ഏപ്രിൽ 13 വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ 14 തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു. ചൊവ്വ ഏപ്രിൽ 2 തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് 3 തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. മെയ് 14 തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക. സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം. അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ്. ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു. ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടക്കൂറുകാർക്ക് ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക, കാലനി നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ആദ്യമായി സൂര്യൻ ഈ മാസം മേടക്കൂറുകാരുടെ 12, 1 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങളാകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. സൂര്യൻ അനിഷ്ടഭാവമായ 12 കൂടി സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചെലവുകൾ, ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, കാര്യപരാജയം, തടസ്സങ്ങൾ, ധനച്ചെലവുകൾ എന്നിവയ്ക്ക് കാരണമാകാം. തുടർന്ന് ഏപ്രിൽ 14 തീയതി മുതൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടമായ ഫലങ്ങളെയും പ്രദാനം ചെയ്യാം. സൂര്യൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ, അനാരോഗ്യം, രോഗദുരിതങ്ങൾ, അമിതമായ അധ്വാനം, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ നൽകാം. സൂര്യൻ എന്നത് മേടക്കൂറുകാരുടെ 5ാം ഭാവാധിപനും ആകയാൽ സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ, വിദ്യാതടസ്സം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം, അവ്യക്തത എന്നിവയെല്ലാം ഉണ്ടാകാം. 5ാം ഭാവം മനസ്സ്, ഏകാഗ്രത എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ 5ാം ഭാവാധിപൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മനസ്സമാധാനത്തിനൊരു കുറവ്, ആകുലത എന്നിവയെ സൃഷ്ടിക്കാം. അടുത്തതായി മേടക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വയുടെ സഞ്ചാരം പരിശോധിക്കാം. ചൊവ്വ ഈ മാസം 3 തീയതി മുതൽ തൻ്റെ നീചക്ഷേത്രമായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. അതായത് മേടക്കൂറുകാരുടെ കുടുംബം, മാതാവ്, ബന്ധുമിത്രാദികൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നതാണ്. ദുർജന സംസർഗം, രോഗദുരിതങ്ങൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം 4ലെ ചൊവ്വ ഉണ്ടാക്കാം. കൂടാതെ കുടുംബത്തിൽ ഒരു ഐക്യമില്ലായ്മ, അസ്വാരസ്യങ്ങൾ, വാക്തർക്കം, അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും 4ലെ ചൊവ്വ സൃഷ്ടിക്കാവുന്നതാണ്. കൂടാതെ ഏത് കാര്യവും നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി നല്ലവണ്ണം ചിന്തിക്കുക. ധനപരമായും നല്ല കണിശതയും കൃത്യതയും പാലിച്ചില്ലെങ്കിൽ അത് സാമ്പത്തികമായ പ്രതിസന്ധികളിലേക്ക് നയിക്കാം. ബുധനും ഈ കൂറുകാരുടെ 12ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 12ാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവമെന്നാണ് അറിയുന്നത്.
12 കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ, പാഴ്ചെലവുകൾ, അനാരോഗ്യം, മാനസികമായും ശാരീരികമായുമുള്ള വൈഷമ്യങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറിയ സാധ്യത ഉണ്ടാകാം. മാത്രമല്ല ബുധൻ നീചക്ഷേത്രമായ മീനത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നത് ദോഷങ്ങളെ വർദ്ധിപ്പിക്കാം. വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന 2ൽ വ്യാഴം നിൽക്കുന്നത് അഥവാ സഞ്ചരിക്കുന്നത് സാമ്പത്തികമായ ഭദ്രതകൾ, കുടുംബസൗഖ്യം, ക്ഷേമം, വിദ്യാപുരോഗതി, ബന്ധുമിത്രാദികളുമായി ഐക്യം, സന്താനഗുണം എന്നിവയെ നൽകും. ശുക്രൻ ഈ കൂറുകാരുടെ 12ാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം ഉച്ചനായി സഞ്ചരിക്കുക. 12ാം ഭാവം അറിയപ്പെടുന്നത് ചെലവുകളുടെ ഭാവം, ധനനഷ്ടങ്ങളുടെ ഭാവം എന്നിങ്ങനെയാണ്. പൊതുവെ മറ്റ് ഗ്രഹങ്ങളെല്ലാം ഈ 12ൽ കൂടി സഞ്ചരിക്കുന്നത് ദോഷകരമാണ് എങ്കിലും ശുക്രൻ 12ാം ഭാവത്തിൽ അനുകൂലമായ ഫലങ്ങളെ നൽകും. ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ കുറയും. കൂടാതെ ധനാഗമം, വിദേശത്തെ ജോലി, വിദേശത്തു നിന്നുള്ള വരുമാനം, കാര്യജയം എന്നിവയും ഉണ്ടാകും. ശനിയുടെ രാശിമാറ്റത്താൽ ഈ കൂറുകാർക്ക് ഈ മാസം തൊട്ട് 7ര ശനിക്കാലം ആരംഭിക്കുന്നു. അതായത് ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ 12ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. 12ൽ കൂടി സഞ്ചരിക്കുന്ന ശനി ധനവ്യയം, ധനക്ലേശം, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനഷ്ടം എന്നിവയെ എല്ലാം ഉണ്ടാക്കാമെന്നതിനാൽ സാമ്പത്തികമായി നല്ല കരുതൽ, അച്ചടക്കം എന്നിവ ഈ കൂറുകാർ പുലർത്തുക. വലിയ അളവിൽ ധനം നിക്ഷേപിച്ചുകൊണ്ടുള്ള സംരംഭങ്ങൾ, ബിസിനസ് എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വളരെ കരുതൽ പുലർത്തിയില്ലെങ്കിൽ അത് നഷ്ടത്തിലേക്ക് നയിക്കാമെന്ന് അറിയുക. കൂടാതെ ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക. ശനി വ്യാഴക്ഷേത്രത്തിലാണ് എന്നതിനാൽ ശനിദുരിതങ്ങളുടെ കാഠിന്യം അത്ര കണ്ട് ബാധിക്കയില്ല എന്നും അറിയുക. അപ്പോൾ മേടക്കൂറുകാർക്ക് സൂര്യൻ, രാശ്യാധിപനായ ചൊവ്വ, ബുധൻ, ശനി എന്നിവർ ഈ മാസം അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. എന്നാൽ ഭാഗ്യാധിപനായ വ്യാഴം അനുകൂലനായി സഞ്ചരിക്കുന്നത് ആശ്വാസം ഏകുന്നു. ശുക്രനും ഈ കൂറുകാർക്ക് ഉച്ചനായതിനാൽ 12ാം ഭാവത്തിൽ ആണെങ്കിലും ശുഭകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഏപ്രിൽ മാസം ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായി അനുഭവപ്പെടുന്ന ഒരു മാസമാകും. സൂര്യൻ തൻ്റെ ആജന്മശത്രുവായ രാഹു, ശനി എന്നിവരുമായി യോഗം ചെയ്ത് ഏപ്രിൽ 13ാം തീയതി വരെയും നിൽക്കുന്നു എന്നതിനാൽ ദോഷാധിക്യം ഇവർക്ക് ഈ സമയത്ത് അധികരിക്കാം. എന്നാൽ ഏപ്രിൽ 14ാം തീയതി മുതൽ സൂര്യൻ മേടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാഹു ശനി യോഗം നീങ്ങുകയും ചെയ്യുന്നു എന്നതിനാൽ മാസത്തിൻ്റെ 2ാം പകുതി ആദ്യ പകുതിയേക്കാൾ താരതമ്യേന ദോഷങ്ങൾക്ക് കുറവും ആശ്വാസവും അനുഭവപ്പെടുമെന്നും തെളിയുന്നു. അപ്പോൾ മേടക്കൂറുകാർക്ക് ഏപ്രിൽ മാസത്തിൽ മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം. ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതും ആണ്. ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.